എല്ലാ പ്രേക്ഷകർക്കും തെസരേര ചാനലിലേക്ക് സ്വാഗതം. തൃക്കാർത്തിക. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എന്താണ് ഐതിഹ്യം ഒന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കാം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ഹൈന്ദവ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള ജീവിതം പ്രകാശപൂരിതമാക്കാനുള്ള ദിനം. മൺചിരാതുകൾ കാർത്തിക ദീപം കത്തിച്ച് ദേവിയെ മനസ്സിൽ വണങ്ങി നാടെങ്ങും തൃക്കാർത്തികയാഘോഷിക്കുന്നു. വിളക്ക് പ്രകാശം പരത്തുന്നത് പോലെ തൃക്കാർത്തിക ദിനം ആചാരവിധികളോടെ ആചരിക്കുമ്പോൾ ദേവീ ഭക്തരുടെ ജീവിതത്തിലും ഐശ്വര്യം പകർത്തുന്നു എന്ന് ഐതിഹ്യം പറയുന്നു. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദേവിയുടെ ജന്മനക്ഷത്രമായതിനാലാണ് ഇന്നേ ദിവസം തൃക്കാർത്തിക മഹോത്സവമായി ആചരിക്കുന്നത്. സന്ധ്യാസമയങ്ങളിലാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും ഭക്തർ വിളക്കുകൾ തെളിയിക്കുന്നത്. മനസ്സിനെയും വീട്ടിലെയും സകല ദോഷങ്ങളും തിന്മകളും ഇത്തരത്തിൽ വിളക്കുകൾ കത്തിക്കുന്നതോടെ ദേവി ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം. വീട്ടിൽ ദീപം തെളിയിച്ചാൽ എല്ലാ ദുർബാധകളും ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം. അഗ്നി നക്ഷത്രമാണ് കാർത്തിക. ഇത് ജ്ഞാനത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും പ്രതീകം കൂടിയാണിത്. കാർത്തിക നക്ഷത്രവും പൗർണമിയും ഒരുമിച്ച് വരുന്ന തൃക്കാർത്തിക ദിനത്തിലാണ് ഈ നക്ഷത്രത്തിലാണ് പൂർണ്ണബലം സിദ്ധിക്കുന്നത്. തൃക്കാർത്തിക ദിവസം ദേവിയുടെ പ്രത്യേക സാമീപ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ ഈ ദിവസത്തെ പ്രാർത്ഥനയിൽ പെട്ടെന്ന് ഫലസിദ്ധിയുണ്ടാകും എന്നും കരുതപ്പെടുന്നു. മത്സ്യമാംസാദികൾ വർജിച്ച് വ്രതമെടുത്താണ് ഭക്തർ തൃക്കാർത്തിക ദിനത്തിൽ വിളക്കുകൾ കത്തിക്കുന്നത്. ഇത് ആചാരത്തിന്റെ ഭാഗമാണ്. ഇതോടൊപ്പം ലളിതാ സഹസ്രനാമ ജപം, ദേവീ കീർത്തന ജപം മുതലായവ നടത്തുകയും ചെയ്യുന്നു. തമിഴ്നാട്ടിലാണ് കാർത്തിക പ്രധാനമെങ്കിലും ദക്ഷിണ കേരളത്തിലും തൃക്കാർത്തിക ആചരിച്ചു വരുന്നു. പ്രസിദ്ധമായ ചക്കുളത്തുകാവിലെ പൊങ്കാല നടക്കുന്നത് തൃക്കാർത്തിക ദിനത്തിൽ തന്നെയാണ്. ഇതിനു പുറമെ തുളസി ദേവിയുടെ ജനനം തൃക്കാർത്തിക നക്ഷത്രത്തിൽ ആയിരുന്നു എന്നും സുബ്രഹ്മണ്യനെ എടുത്തു വളർത്തിയത് കാർത്തിക നക്ഷത്രത്തിന്റെ ആദിദേവന്മാരായ കൃത്തികാദേവിമാരായിരുന്നു എന്നും വിശ്വാസമുള്ളതിനാൽ തുളസി, സുബ്രഹ്മണ്യൻ, വിഷ്ണു എന്നിവരെയും ഈ അവസരത്തിൽ പ്രീതിപ്പെടുത്തുന്നത് നന്നായിരിക്കും. തൃക്കാർത്തിക ദീപം തെളിയിക്കുന്ന വീടുകളിൽ മഹാലക്ഷ്മി വസിക്കും എന്നും ഐതിഹ്യം പറയുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം.